എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു US സ്കൂളിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാണ്. അതൊരു നമ്പർ 1 സ്കൂളാണ്. ആർക്കും അത്ര പെട്ടെന്നൊന്നും അവിടെ അഡ്മിഷൻ കിട്ടില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ ട്രെയിനിങ് എടുത്ത് പഠിച്ച് പുറത്തേക്ക് വരുന്നവരെല്ലാവരും സൂപ്പർ ഹീറോസ് ആയിരിക്കും. അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ആയി പുറത്തേക്ക് വന്ന് ഒരുപാട് അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയ ആളാണ് സാക്ഷാൽ ആൽമൈറ്റ്, അതായത് നമ്മുടെ ചിരിക്കുട്ടൻ സൂപ്പർ ഹീറോ. അപ്പൊ ഹീറോ അവിടെ ഒരുപാട് പേരുടെ ഫോട്ടോസ് തൂക്കിയിട്ടത് നോക്കും. ബെസ്റ്റ് ജീനിയസ് സൂപ്പർ ഹീറോ, ബെസ്റ്റ് പവർഫുൾ സൂപ്പർ ഹീറോ എന്നിങ്ങനെ ഒരുപാട് പട്ടം കിട്ടിയ ആളുകളൊക്കെ അവിടെ നിന്നാണ് അവരുടെ പഠനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. ഹീറോ ആവട്ടെ അതൊക്കെ വായിച്ച് ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ നിൽക്കും. ഹീറോ പതിയെ തിരിഞ്ഞ് ഇപ്പൊ മുൻപോട്ട് നോക്കുമ്പോ ഒരുപാട് പേര് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആള് പേടിച്ചു വരച്ച് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കും. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ സൂപ്പർ പവർ ഇല്ല, മാത്രമല്ല അവനെ രക്ഷിച്ച ആ ഒരു ചുന്ദരി പെണ്ണ് അവളും ഇപ്പോ അവന്റെ ടീമിൽ തന്നെയാണ്. ഹീറോ രണ്ടും കൽപ്പിച്ച് ഇപ്പൊ മുൻപോട്ട് നടക്കും. അപ്പൊ ഒരു കണ്ണാടിക്കാരൻ സെക്യൂരിറ്റി അവിടേക്ക് വന്ന് ഹീറോയെ തടഞ്ഞു വെക്കും. ആൾക്ക് നമ്മുടെ ഹീറോ ഒരു കാൻഡിഡേറ്റ് ആണെന്ന് മനസ്സിലാവില്ല. അവൻ അവിടെ വെച്ച് ഹീറോയെ കളിയാക്കാൻ തുടങ്ങും. അത് കേൾക്കുമ്പോ ഹീറോയ്ക്കാണെങ്കിൽ എന്തെങ്കിലും പറയാനോ അവനെ തടയാനോ കഴിയില്ല. അപ്പൊ തൊട്ടു മുകളിൽ നിന്ന് ഇപ്പൊ ഇൻവിജിലേറ്റർ ആള് വിളിച്ചു പറയും, സമയമായി, എല്ലാവരും ഉടനെ ഫൈറ്റ് ചെയ്യാനായി സെന്ററിന്റെ അകത്തേക്ക് പോവുക. ഹീറോ ചുറ്റും നോക്കും. അവിടെ ആട് കിടന്നെടുത്ത് ഒരു പൂട പോലും ഉണ്ടാവില്ല. എല്ലാവരും ഗേറ്റ് തുറന്നുടൻ ഇപ്പൊ അകത്തേക്ക് കയറി ഓടിക്കഴിഞ്ഞു. നമ്മുടെ ആളും വിട്ടുകൊടുക്കില്ല. അവനിപ്പോ ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. അപ്പൊ ഫ്ലാഷ് ബാക്കില് ചിരിക്കുട്ടൻ പറഞ്ഞ കാര്യങ്ങള് അവൻ ഓർമ്മ വരും. ആ ഒരു മുടി കഴിച്ച് 2-3 മണിക്കൂർ കഴിയുമ്പോ തന്നെ ഡിഫറൻസ് അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഹീറോയ്ക്കിപ്പോ അവന്റെ എബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ടൈമില്ല. പക്ഷെ ചിരിക്കുട്ടൻ അവസാനമായിട്ട് അവനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, നീ മനസ്സ് വെച്ച് എന്ത് കാര്യം ചെയ്താലും അത് സക്സസ് ആവും. ഹീറോ അതൊക്കെ ഓർത്ത് ഇപ്പൊ മുൻപോട്ട് നോക്കുമ്പോ അവന്റെ മുൻപില് വലിയൊരു റോബോട്ടിനെ കാണും. ഹീറോ അതിനെ കണ്ടുടനെ ഇപ്പൊ പേടിച്ചു വരച്ച് അങ്ങനെ നിൽക്കും. അപ്പൊ വേറൊരുത്തൻ ചാടി വീണ് ആ റോബോട്ടിനെ ഇടിച്ചു തകർത്ത് അവൻ പോയിന്റ്സ് കരസ്ഥമാക്കും. അപ്പോഴായിരിക്കും ഹീറോയ്ക്ക് മനസ്സിലാവുക, റോബോട്ട്സുകളെ തകർത്താലേ അവന് പോയിന്റ്സ് കിട്ടൂ. അവനിപ്പോ ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. പക്ഷെ എന്താ, ആരൊക്കെയോ തകർത്തിട്ടാ റോബോട്ട്സിനെ മാത്രമേ അവന് കാണാൻ കഴിയൂ. ഹീറോ ചുറ്റും നോക്കും. അപ്പൊ ചുന്ദരി പെണ്ണ് അവളിപ്പോ ഒരുപാട് റോബോട്ട്സിനെ തല്ലിക്കൊന്ന് 25 പോയിന്റ് നേടി. കണ്ണാടിക്കാരൻ 32 പോയിന്റ്, വേറൊരുത്തൻ 18 പോയിന്റ്. അങ്ങനെ എല്ലാവരും ഇപ്പൊ പോയിന്റ്സ് വാരിക്കൂട്ടാണ്. പക്ഷെ നമ്മുടെ ആളുടെ പോയിന്റ് ഇപ്പോഴും വട്ടപൂജ്യാണ്. ഇവിടെ ഇൻവിജിലേറ്റർ അവരുടെ പെർഫോമൻസ് നോക്കിയിരിക്കുകയാണ്. ആക്ച്വലി അവിടെ ഇപ്പൊ എത്ര റോബോട്ട്സ് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഇതുവരെ പാസ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഇത് വെറും ഒരു ഡെമോ മാത്രമാണ്. റിയൽ ഫൈറ്റ് അതിനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇൻവിജിലേറ്റർ ആവട്ടെ ഒരു ബസർ അമർത്തും. അത് അമർത്തിയ ഉടനെ ഇപ്പൊ വലിയൊരു റോബോട്ട് അവരുടെ മുൻപിലേക്ക് വരും. ആക്ച്വലി ഈ റോബോട്ടാണ് 0 മാർക്കുള്ള ആ ഒരു ബ്രഹ്മാണ്ഡ റോബോട്ട്. ഇതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. നമ്മുടെ ചെക്കൻ അതിനെ കണ്ട് ഇപ്പൊ പേടിച്ചു വരച്ച് വാ തുറന്ന് അങ്ങനെ നിൽക്കും. ആ ഒരു ഭീമൻ റോബോട്ട് അത് കൈ ചുരുട്ടി ഇപ്പൊ നിലത്തൊരൊറ്റ അടി. ആ അടിയില് എല്ലാവരും ഇപ്പൊ പേടിച്ചു വിറയ്ക്കും. അതിനെ കണ്ട് പേടിച്ച് ഇപ്പൊ എല്ലാവരും പുറകോട്ട് ഓടും. ഹീറോയാണെങ്കിൽ ഓൾറെഡി വീണ് കിടക്കുന്നതുകൊണ്ട് അവൻ എണീറ്റോടാൻ കഴിയില്ല. അവനിപ്പോ നിലത്ത് കിടന്ന് നിരങ്ങാൻ തുടങ്ങും. അത് കണ്ട കണ്ണാടി പയ്യൻ അവൻ ഹീറോയെ നോക്കി കളിയാക്കി ഇപ്പൊ ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. ഹീറോയ്ക്ക് മനസ്സിലാവും, ഇനിയും ഒരു പോയിന്റ് പോലും എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ 10 മാസം കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്തത് അതൊക്കെ വെറുതെ ആവും. അപ്പൊ നമ്മുടെ ഹീറോ ആരോ എവിടുന്നോ കരയുന്ന സൗണ്ട് കേൾക്കും. അവൻ ചുറ്റും നോക്കുമ്പോ നമ്മുടെ ചുന്ദരി പെണ്ണ് അവള് വീണ് കിടക്കുകയാണ്. അവളുടെ കാലില് ഒരു കല്ല് വീണതുകൊണ്ട് തന്നെ അവൾക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. ഹീറോയ്ക്ക് അവളെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവളുടെ തൊട്ടടുത്ത് ആ റോബോട്ട് അതിപ്പോ എത്തിക്കഴിഞ്ഞു. ആ ഒരു റോബോട്ട് അതവളുടെ തൊട്ടടുത്തെത്തും. ഹീറോയ്ക്ക് മനസ്സിലാവും, അടുത്ത മിനിറ്റ് ആ റോബോട്ട് അവളെ ചവിട്ടി കൊല്ലും. ഹീറോയ്ക്ക് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം എന്നൊരാഗ്രഹം തോന്നും. അവൻ അതിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുമ്പോ അവന്റെ കൈകള് അതിപ്പോ തിളങ്ങാൻ തുടങ്ങും. ചിരിക്കുട്ടൻ പറഞ്ഞ ആ ഒരു കാര്യം, ഹാർട്ട് തുറന്ന് മുൻപോട്ട് പോരാടണം, ആ കാര്യം ഓർത്ത് അവനിപ്പോ മുൻപോട്ട് വന്ന് അവന്റെ കൈ ചുരുട്ടി റോബോട്ടിനൊരൊറ്റ ഇടി കൊടുക്കും. ആ ഇടിയില് അത് തവിട് പൊടിയാവും. അത് കണ്ട് എല്ലാവരും ഷോക്കായിട്ട് ഇപ്പൊ ഹീറോയെ തന്നെ നോക്കിയിരിക്കും. ഹീറോയുടെ സ്വന്തം പവർ കണ്ട് ഇപ്പൊ ഹീറോയ്ക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോഴായിരിക്കും അവൻ വാച്ച് നോക്കുക. ഇനി ഒരേ ഒരു മിനിറ്റ് മാത്രമേ അവന്റെ മുൻപില് ഇനി ബാക്കിയുള്ളൂ. മാത്രമല്ല
ആ ഒരു പഞ്ചില് ഇപ്പൊ ഹീറോയുടെ കൈ അത് തകർന്നു പോയി. ഓൾറെഡി ടൈമില്ല. ഇപ്പൊ ആണെങ്കില് അവന്റെ കൈയും പോയി. ഹീറോ ഉഷാറായിട്ട് ഓടി ഒരു പോയിന്റെങ്കിലും എടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടും. പക്ഷെ അപ്പോഴേക്കും ടൈം ഓവർ ആവും. അവിടെ ഉണ്ടായിരുന്ന മറ്റു സ്റ്റുഡൻസ് അവര് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുമ്പോ ഇവിടെ ഹീറോ അവൻ ഒരുപാട് വിഷമായി അങ്ങനെ ഇരിക്കുകയാണ്. ഹീറോയുടെ ചുറ്റുമുള്ളവര് അവന്റെ പഞ്ചിനെ കുറിച്ച് പറഞ്ഞ് അവരങ്ങനെ ഇപ്പൊ ഹീറോയെ പൊക്കി അടിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഹീറോ അവൻ ഒരു പോയിന്റ് പോലും എടുക്കാൻ കഴിയാതെ ഇപ്പൊ നിലത്ത് കിടന്ന് അവൻ പൊട്ടിക്കരയാണ്. അത് കണ്ട് സ്റ്റുഡൻസ് പറയും ഇവന് നല്ല പവർ ഉണ്ട്, നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ ഇവനെ കൊണ്ട് മാത്രം ഒരു പോയിന്റ് പോലും എടുക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു കണ്ണാടി പയ്യനും ഇപ്പൊ ഹീറോയുടെ പവർ കണ്ട് അങ്ങനെ വണ്ടടിച്ച് നിൽക്കും. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോ ഒരു കുഞ്ഞ് അമ്മൂമ്മ ഇപ്പൊ അവിടേക്ക് കടന്നു വരും. കണ്ണാടി പയ്യനോട് പറയും നീ അടിപൊളിയായിട്ട് ഫൈറ്റ് ഇട്ടു, നിന്റെ ഫൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മൂമ്മയാവട്ടെ ഇപ്പൊ പോക്കറ്റിൽ നിന്ന് ഒരുപാട് ചോക്ലേറ്റ്സ് എടുത്ത് അവന് കൊടുക്കും. എന്നിട്ട് പതിയെ നടന്ന് ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. അമ്മൂമ്മ പറയും ഇവന്റെ അടിയും കിടപ്പും ഒക്കെ കണ്ടാൽ അറിയാം ഇവൻ ആദ്യമായിട്ടാണ് ഇവന്റെ പവർ അത് പ്രയോഗിക്കുന്നത്. പക്ഷെ അത് ശരിക്കും സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞ് അമ്മൂമ്മയാവട്ടെ നമ്മുടെ ചെക്കന് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കും. ഈ അമ്മൂമ്മ ഇതെന്താ ചെയ്യണേന്ന് പറഞ്ഞ് എല്ലാവരും മുഖം പൊത്തും. പക്ഷെ ആക്ച്വലി ആ അമ്മൂമ്മയുടെ ഒരു സ്പെഷ്യൽ പവറാണത്. അവരാരെങ്കിലും കിസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരുക്ക് പറ്റിയ അത് അമ്മൂമ്മയുടെ കിസിന്റെ പവർ കൊണ്ട് തനിയെ ഹീലായി വരും. കട്ട് ചെയ്താ ഇപ്പൊ 1 വീക്ക് കഴിഞ്ഞ് ഹീറോയുടെ വീട്ടിൽ കാണിക്കും. ഹീറോ എന്തൊക്കെയോ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് ഇപ്പൊ ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ അവന്റെ അമ്മ പറയും നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നീ പ്രാക്ടിക്കൽസും തിയറിയും എല്ലാം അടിപൊളിയായി കംപ്ലീറ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് ഉറപ്പായിട്ടും നീ പാസ്സാവും. പക്ഷെ ഹീറോയുടെ വിഷമം എക്സാം കഴിഞ്ഞതിന് ശേഷം ചിരിക്കുട്ടനെ കണ്ടിട്ടേ ഇല്ല. അവനിപ്പോ എവിടെയായിരിക്കും, എങ്ങനെ അവനെ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഹീറോയാവട്ടെ കൂലങ്കക്ഷമായി ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അവനിപ്പോ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഡംബൽസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അവന് സൂപ്പർ പവർ കിട്ടിയ കാര്യം അവൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ചിരിക്കുട്ടനെ പോലെ എല്ലാവർക്കും എന്റെ പവർ വെച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ, അത് മാത്രമായിരിക്കും എന്റെ ലക്ഷ്യം. അപ്പൊ അവന്റെ അമ്മയാവട്ടെ മുട്ടിലഴിഞ്ഞ് ഇപ്പൊ ഫ്ലോറൊക്കെ തുടച്ച് അവന്റെ അടുത്തേക്ക് വരും. അപ്പൊ അവന്റെ അമ്മ ഒരു ലെറ്റർ എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കും. ഇതെന്താണെന്ന് അവൻ ചോദിക്കുമ്പോ അതിനമ്മ പറയും ഇത് നിന്റെ റിസൾട്ടാണ്, പോയി തുറന്നു നോക്ക്. അവൻ അത് കേട്ട് ഷോക്കായിട്ട് ആ ലെറ്റർ എടുത്ത് ഇപ്പൊ റൂമിലേക്ക് പോവും. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, മോൻ ജയിക്കുവോ ഇല്ലയോ എന്നറിയാനായിട്ട് ഇപ്പൊ മുറിയുടെ പുറത്ത് തന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഹീറോ ടെൻഷനായിട്ട് ഇപ്പൊ ആ ലെറ്റർ ഓപ്പൺ ചെയ്യും. അപ്പൊ എന്തോ ഒരു ഡിവൈസ് ഇപ്പൊ താഴേക്ക് വീഴും. അതിൽ നിന്ന് ഇപ്പൊ ഒരു പ്രത്യേക റിഫ്ലക്ഷൻ പുറത്തു വരും. അതാരാണ് നോക്കിയാ സാക്ഷാൽ ചിരിക്കുട്ടൻ. അവൻ പറയും നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആക്ച്വലി നല്ല തിരക്കിലായിരുന്നു. നീ അപ്ലൈ ചെയ്ത US സ്കൂളിലെ ഒരു സ്റ്റാഫാണ് ഞാൻ. 1 വീക്കായിട്ട് എനിക്ക് സ്കൂളില് ഒരുപാട് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ ഇടയ്ക്ക് പോലും എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. ചിരിക്കുട്ടൻ പറയും നീ തിയറി എക്സാം അടിപൊളിയായിട്ട് എഴുതി, പക്ഷെ പ്രാക്ടിക്കൽസിന് നിന്റെ മാർക്ക് 0 ആണെന്ന് പറയുമ്പോ ഹീറോയ്ക്ക് മനസ്സിലാവും അവൻ ഫെയിലാണ്. അവൻ തല താഴ്ത്തി എപ്പോഴത്തേതും പോലെ കരയാൻ തുടങ്ങും. അപ്പൊ ചിരിക്കുട്ടൻ അവനൊരു വീഡിയോ കാണിച്ചു കൊടുക്കും. അതിൽ നമ്മുടെ ചുന്ദരി പെണ്ണ് അവള് സ്കൂളിലേക്ക് വന്ന് അവിടുത്തെ മാനേജ്മെന്റിനോട് ചോദിക്കും എനിക്ക് കിട്ടിയ കുറച്ച് പോയിന്റ് എനിക്ക് ഹീറോയ്ക്ക് കൊടുക്കാൻ കഴിയോ. അവള് പറയും എന്റെ ലൈഫ് രക്ഷിക്കാനുള്ള തിടുക്കത്തിലാണ് അവനെ കൊണ്ട് ഒരു സിംഗിൾ മാർക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റാതിരുന്നത്. അവൾ അങ്ങനെ അവനോട് കെഞ്ചാൻ തുടങ്ങും. അത് കാണുമ്പോ ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് അവളോട് എന്തോ ഒരു ഫീല് തോന്നും. പക്ഷെ അവളുടെ അപേക്ഷ അവര് കേൾക്കില്ല. അവരിപ്പോ അവളെ പുറത്താക്കും. പക്ഷെ അവര് ഹീറോയുടെ കാര്യം ഇപ്പൊ കൃത്യമായിട്ട് പരിഗണിക്കും. എക്സാമിന് മുൻപ് ഇൻവിജിലേറ്റർ ഓൾറെഡി പറഞ്ഞതാണ് തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം കൂടെയുള്ളവരുടെ ജീവൻ കൂടെ രക്ഷിക്കാൻ നിങ്ങൾ മറക്കരുത്. ഹീറോ ഓൾറെഡി നമ്മുടെ ചുന്ദരിയെ രക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ റെസ്ക്യൂ പോയിന്റ്സ് കിട്ടും. അവൻ ആ പോയിന്റ്സ് ചെക്ക് ചെയ്യും. 60 പോയിന്റ്. അവനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവൻ സെലക്റ്റഡ് ആയി. അവന്റെ കൂടെ തന്നെ ഇപ്പൊ ചുന്ദരി പെണ്ണിനും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഹീറോ സന്തോഷം കൊണ്ട് ഇപ്പൊ തുള്ളിച്ചാടാൻ തുടങ്ങും. അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.